ജോൺ ഡ്രൈഡൻ എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷനിൽ എഴുതാൻ പറ്റുന്നത് ജോൺ ഡ്രൈഡൻ ഒരു ഇമ്പോർട്ടൻറ്റ് പോയറ്റായിരുന്നു, ഡ്രമാറ്റിസ്റ്റ് ക്രിട്ടിക്കായിരുന്നു, ട്രാൻസ്ലേറ്റർ, അങ്ങനെയൊക്കെ ഒരുപാട് മേഖലയിൽ ഉള്ള വ്യക്തിയാണ്. പിന്നെ വൺ മാർക്കിനൊക്കെ ചോദിക്കാം, ഹൂ കോൾഡ് ഡ്രൈഡൻ ആസ് എ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം. ഡോക്ടർ ജോൺസനാണ് അങ്ങനെ വിളിച്ചത്. ഡ്രൈഡനെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്ന് ഡോക്ടർ ജോൺസൺ റെഫർ ചെയ്തു. നമ്മൾ ഡോക്ടർ ജോൺസണിൻ്റെ ക്രിറ്റിസിസം വേറെ പഠിക്കും. അപ്പം അതിൽ നമ്മൾ ഒരു വർക്ക് പഠിക്കുന്നുണ്ട്, ലൈഫ്സ് ഓഫ് മോസ്റ്റ് എമിനൻറ്റ് ഇംഗ്ലീഷ് പോയറ്റ്സ് എന്ന് പറയുന്നത്. ആ വർക്കിലാണ് ഡോക്ടർ ജോൺസൺ ജോൺ ഡ്രൈഡനെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്ന് വിളിച്ചത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, സോ ഡോക്ടർ ജോൺസൺ റെഫേർഡ് ടു ജോൺ ഡ്രൈഡൻ ആസ് എ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം ഇൻ ഹിസ് വർക്ക് ലൈഫ്സ് ഓഫ് പോയറ്റ്സ് എന്ന് പറഞ്ഞാലും മതി, ലൈഫ്സ് ഓഫ് മോസ്റ്റ് എമിനൻറ്റ് ഇംഗ്ലീഷ് പോയറ്റ്സ് എന്നാണ് ഫുൾ നെയിം, ലൈഫ് ഓഫ് പോയറ്റ്സ് എന്ന് പറഞ്ഞാലും മതി. അപ്പം ഇങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഡ്രൈഡന് മുമ്പ് നോ ക്രിറ്റിസിസം എക്സിസ്റ്റഡ് ബിഫോർ ഡ്രൈഡൻ എന്നാണ് പറയുന്നത്. ഡ്രൈഡന് മുമ്പ് ക്രിറ്റിസിസം പ്രോപ്പറായിട്ട് ഇംഗ്ലണ്ടിൽ ഇല്ലായിരുന്നു. ക്രിറ്റിസിസം ഉണ്ടായിരുന്നു, പക്ഷേ അതെന്ന് പറയുമ്പം ക്രിറ്റിസിസം ബിഫോർ ഡ്രൈഡൻ എന്ന് പറയുന്നത് ഡിസോർഡേർഡും അൺസിസ്റ്റമാറ്റിക്കും ആയിരുന്നു. ഒരു ഓർഡറില്ല, പിന്നെ അൺസിസ്റ്റമാറ്റിക് ആയിരുന്നു, പിന്നെ ഫുൾ ഓഫ് ലോസ് ആയിരുന്നു, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ഫുൾ റൂൾസും ലോസും ഒക്കെ ഉള്ളതായിരുന്നു ഡ്രൈഡന് മുമ്പുള്ള ക്രിറ്റിസിസം. പക്ഷേ ഡ്രൈഡനാണ് ഇംഗ്ലീഷ് ക്രിറ്റിസിസത്തിന് ഒരു പ്രോപ്പർ ഓർഡർ, സിസ്റ്റമാറ്റിക് ഓർഡറിൽ ഇംഗ്ലീഷ് ക്രിറ്റിസിസത്തിനെ അറേഞ്ച് ചെയ്യാനും ക്രിറ്റിസിസം കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്ത, ഒരുപാട് വർക്ക് ചെയ്ത വ്യക്തിയാണ് ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്നത്. സോ ഹീ വർക്ക്ഡ് ഹാർഡ് ടു ഗിവ് എ സിസ്റ്റമാറ്റിക് ഓർഡർ ടു ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്ന് പറയാം. പിന്നെ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഡ്രൈഡനെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം എന്ന് ഡോക്ടർ ജോൺസൺ വിളിച്ചത്. പിന്നെ T.S. എലിയട്ട് ജോൺ ഡ്രൈഡനെ വിളിക്കുന്നതെന്ന് പറയുമ്പം ഹീ കോൾഡ് ഡ്രൈഡൻ, he said that Dryden is positively the first master of English criticism. ഇംഗ്ലീഷ് ക്രിറ്റിസിസത്തിൻ്റെ ആദ്യത്തെ മാസ്റ്റർ ഡ്രൈഡൻ ആണെന്നാണ് T.S. എലിയട്ട് പറഞ്ഞത്. പിന്നെ ഡ്രൈഡൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പം ഹി ബ്രോട്ട് ക്രിറ്റിസിസം ഫ്രം ചേർച്ച് ടു കോഫി ഹൗസസ് എന്ന് പറഞ്ഞാൽ, ചേർച്ച് അന്നത്തെ കാലത്ത് ഈ ക്രിറ്റിസിസം അതൊക്കെ ചേർച്ചിൽ അല്ലെങ്കിൽ എലൈറ്റ് ക്ലാസ്സിന്, അപ്പർ ക്ലാസ്സിന് മാത്രമായിരുന്നല്ലോ ലിറ്ററേച്ചറും അതൊക്കെ ആക്സസ് ഉള്ളത്. അതിൽ നിന്ന് കോഫി ഹൗസസ്, എല്ലാവരും ഗ്യാദർ ചെയ്യുന്ന കോഫി ഹൗസസിലേക്ക് അദ്ദേഹം ക്രിറ്റിസിസത്തിനെ കൊണ്ടുവന്നു. പിന്നെ ഡ്രൈഡനെ പറയുന്നത് ഫസ്റ്റ് കമ്പാരേറ്റീവ് ക്രിട്ടിക്, ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ക്രിട്ടിക് എന്നൊക്കെയാണ് ഡ്രൈഡനെ പറയാറുണ്ട്. പിന്നെ അദ്ദേഹം ഹി വാസ് ഓൾസോ എ ഹിസ്റ്റോറിക് ക്രിട്ടിക്. പിന്നെ ഡ്രൈഡനെ ഒരു പ്രിഫേറ്ററി മാൻ, PREFATORY, പ്രിഫേറ്ററി മാൻ എന്ന് വിളിക്കാറുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, പ്രിഫിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, PREFAC, പ്രിഫിസ് എന്ന് പറഞ്ഞാൽ ആമുഖം, അതാണ് ഒരു വർക്കിൻ്റെ ആമുഖം, ആ ഒരു ഇതാണ്. ഡ്രൈഡനെ പ്രിഫേറ്ററി മാൻ എന്ന് വിളിക്കാനുള്ള റീസൺ എന്ന് പറയുമ്പം, ഡ്രൈഡൻ്റെ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വർക്കിനെ കുറിച്ചുള്ള എന്താണ്, ഇപ്പോൾ പോയറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഡ്രമാറ്റിസ്റ്റിൻ്റെ വർക്കിനെ കുറിച്ച് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്സ്, ഒരു വർക്ക് എങ്ങനെ ആയിരിക്കണം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ക്രിറ്റിസിസം. അത് അവരെ ജഡ്ജ് ചെയ്യുക, അവരെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ജഡ്ജ് ചെയ്യാം. അപ്പം ഡ്രൈഡനെ പ്രിഫേറ്ററി മാൻ എന്ന് വിളിക്കാനുള്ള റീസൺ എന്ന് പറയുമ്പം, ഡ്രൈഡൻ്റെ ക്രിറ്റിസിസം മിക്കതും സെപ്പറേറ്റ് വർക്കായിട്ടല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിഫിസസിലോ അല്ലെങ്കിൽ എസ്സേസിലോ പിന്നെ പ്രൊലോഗ്, ഡെഡിക്കേഷൻസ്, ഇതിനകത്തൊക്കെയാണ് നമുക്ക് ഡ്രൈഡൻ്റെ ക്രിറ്റിസിസം കൂടുതൽ കാണാൻ പറ്റുന്നത്, അല്ലാതെ ഒരു സെപ്പറേറ്റ് വർക്കായിട്ടല്ല. അപ്പം ഈ പ്രിഫിസസിലും എസ്സേസിലും പ്രൊലോഗ്സിലും ഡെഡിക്കേഷൻസിലും ഒക്കെയാണ് കൂടുതലായിട്ട് ഡ്രൈഡൻ്റെ ക്രിട്ടിക്കൽ എലമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രിഫേറ്ററി മാൻ എന്ന് വിളിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഡ്രൈഡൻ അദ്ദേഹത്തിൻ്റെ ഈ ക്രിട്ടിക്കൽ അനാലിസിസിനെ റെഫർ ചെയ്തത് ഒരു വേർഡ് ഉപയോഗിച്ചാണ്. വേർഡാണ് എക്സാമിൻ, EXAMEN, സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കുക, EXAMEN. എക്സാമിൻ എന്ന് പറയുന്ന വേർഡ് വെച്ചാണ് ഡ്രൈഡൻ അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ അനാലിസിസിനെ റെപ്രസെൻറ്റ് ചെയ്തത്. ഈ വേർഡ് എക്സാമിൻ എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ഒരു ഫ്രഞ്ച് പ്ലേ റൈറ്റർ കൊർണീൽ, പയറി കൊർണീൽ എന്ന് പറയും, CORNEILLE, കൊർണീലാണ് ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. പിന്നെ ഡ്രൈഡൻ്റെ ക്രിറ്റിസിസം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഡിസ്ക്രിപ്റ്റീവ് ക്രിറ്റിസിസം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിസ്ക്രിപ്റ്റീവ് ക്രിറ്റിസിസത്തിൻ്റെ എലമെൻറ്റ്സ് ഡ്രൈഡൻ്റെ വർക്ക്സിൽ കാണാൻ കഴിയും. ഡിസ്ക്രിപ്റ്റീവ് ക്രിറ്റിസിസം എന്താണെന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ വോയിസ് ഇടാം. പിന്നെ ഡ്രൈഡൻ വിശ്വസിച്ചിരുന്നതെന്ന് പറയുമ്പം,
ഈ പോയട്രിയുടെയൊക്കെ എയിം എന്ന് പറയുന്നത് ടു ഡിലൈറ്റ് ആണെന്നാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആർട്ടിനെ ഒരു മിമറ്റിക് ഫോം, MIMETIC മിമറ്റിക് ഫോമായിട്ടാണ്, ലിറ്ററേച്ചറിനെ ഒരു മിമറ്റിക് ഫോം ഓഫ് ആർട്ടായിട്ടാണ് അദ്ദേഹം, മിമസിസ് എന്ന് പറയുമ്പോൾ മിമിറ്റേഷൻ എന്നാണ് മീനിങ്, അപ്പം മിമറ്റിക് ഫോം ഓഫ് ആർട്ടായിട്ടാണ് ലിറ്ററേച്ചറിനെ അദ്ദേഹം കണ്ടിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഡെഫിനിഷൻ ഓഫ് പ്ലേ ഉണ്ട്, ഒരു ഡ്രാമയുടെ ഡെഫിനിഷൻ. ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. അദ്ദേഹം പറഞ്ഞ ഡെഫിനിഷൻ എന്ന് പറയുമ്പം പ്ലേ ഇസ് അദ്ദേഹം ഡെഫിനിഷൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ പ്ലേ ഇസ് എ ജസ്റ്റ് ആൻഡ് ലൈവ്ലി ഇമേജ് ഓഫ് ഹ്യൂമൻ നേച്ചർ represented by passions and representing its passions and humors and the changes of fortune to which it is subject for the delight and instruction of mankind. അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പം ഒരു പ്ലേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രാമ എന്ന് പറയുന്നത് ഹ്യൂമൻ നേച്ചറിൻ്റെ, മനുഷ്യൻ്റെ ബിഹേവിയർ, അതിനെക്കുറിച്ചുള്ളൊരു ജസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രൂ ആയിട്ടുള്ള ലൈവ്ലി ഒരു റെപ്രസെൻറ്റേഷനാണ്. മനുഷ്യൻ്റെ പാഷൻസ് അല്ലെങ്കിൽ ഹ്യൂമേഴ്സ് അതെല്ലാം ഒരു പ്ലേയിലൂടെ റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ അതുമാത്രമല്ല, പാഷൻസും ഹ്യൂമേഴ്സും മാത്രമല്ല, ചേഞ്ചസ് ഓഫ് ഫോർച്യൂൺ. അയാളിപ്പം ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും ഉയർന്നൊരു നിലയിൽ നിന്നിട്ട് പെട്ടെന്ന് റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ട് അയാൾ പെട്ടെന്ന് ഒരു ട്രാജഡി അയാളുടെ ലൈഫിലുണ്ടാവാം. അപ്പോൾ ആ ഒരു റിവേഴ്സൽ ഓഫ് ഫോർച്യൂണിനെയും പ്ലേയിൽ പ്രസൻറ്റ് ചെയ്യുന്നു. പിന്നെ പ്ലേയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഫോർ ദ ഡിലൈറ്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഓഫ് മാൻകൈൻഡ്, മനുഷ്യനെ പഠിപ്പിക്കാനും അതേപോലെ അതിനെ ഒരുപോലെ എൻ്റർടൈൻ ചെയ്യാനും, ഡിലൈറ്റ് ചെയ്യുകയും ഇൻസ്ട്രക്റ്റ് ചെയ്യുകയും വേണം, ടീച്ച് ചെയ്യുകയും വേണം, ഒരു എൻജോയ്മെൻറ്റ് കൊടുക്കുകയും വേണം. ഈ രണ്ട് ഫംഗ്ഷനും പ്ലേക്കുണ്ടെന്നാണ് ഡ്രൈഡൻ പറയുന്നത്. ഡ്രൈഡൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്കൽ വർക്ക്, ഏതൊരു റൈറ്ററിനെ എടുത്താലും അവരുടെ ഒരു ക്രിട്ടിക്കൽ വർക്ക് നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അപ്പം ഡ്രൈഡൻ്റെ ക്രിട്ടിക്കൽ വർക്കായിട്ട് പഠിക്കുന്നത് എൻ എസ്സേ ഓഫ് ഡ്രാമാറ്റിക് പോയസി എന്നുള്ളതാണ്. എസ്സേ ഓഫ് ഡ്രാമാറ്റിക് പോയസി 1668 അത് പബ്ലിഷ് ചെയ്തത്. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡ്രൈഡൻ ഒരു സെപ്പറേറ്റ് വർക്കായിട്ട് പബ്ലിഷ് ചെയ്ത ഒരേ ഒരു ക്രിട്ടിക്കൽ വർക്ക് എന്ന് പറയുന്നത് ആൻ എസ്സേ ഓഫ് ഡ്രാമാറ്റിക് പോയസിയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബാക്കി ക്രിട്ടിക്കൽ വർക്ക്സ് എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രിഫസിലും പ്രൊലോഗ്സിലും എസ്സേസിലും ഡെഡിക്കേഷൻസിലും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അയാളെ പ്രിഫേറ്ററി മാൻ എന്ന് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ഈ വർക്ക് എഴുതാനുള്ള സാഹചര്യം എന്ന് പറയുമ്പം ഈ ഇംഗ്ലണ്ടിൽ പ്ലേഗ് എന്ന് പറയുന്ന ഒരു ഡിസീസ് സ്പ്രെഡ് ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഇയർ ഇമ്പോർട്ടൻ്റ് അല്ല, 1665 to 1666 ആ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ പ്ലേഗ് സ്പ്രെഡ് ചെയ്തൊരു സമയമാണ്. അപ്പോൾ ആ സമയം ഡ്രൈഡൻ അദ്ദേഹത്തിൻ്റെ ഫാദർ ഇൻ ലോ യുടെ ഒരു കൺട്രി സൈഡ് റെസിഡൻസ് ആ ഒരു വീട്ടിൽ പോയി താമസിച്ചു. ആ സ്ഥലം ചാൾട്ടൺ പാർക്ക് എന്ന് പറയുന്ന CHARLTON ചാൾട്ടൺ പാർക്ക് എന്ന് പറയുന്നൊരു സ്ഥലത്തുള്ള അദ്ദേഹത്തിൻ്റെ ഫാദർ ഇൻ ലോയുടെ കൺട്രി റെസിഡൻസിൽ താമസിച്ചു. ആ സമയത്താണ് ഈ എസ്സേ എഴുതിയത്. അപ്പം ഈ എസ്സേയുടെ പ്രത്യേകത എന്ന് പറയുമ്പം ഇതിനകത്ത് മെയിൻലി പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പം ഒരു മേജറായിട്ടുള്ള ക്രിട്ടിക്സിൻ്റെ ഒരു വ്യൂസ്, അവർക്ക് എന്തൊക്കെ വ്യൂസാണ് മോഡേൺ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയാനുള്ളത്. CRITIC ക്രിട്ടിക്സ്. അപ്പം മറ്റ് ക്രിട്ടിക്സിൻ്റെ വ്യൂസ്, പിന്നെ അതുപോലെ ഡ്രൈഡൻ്റെ കാലഘട്ടത്തിലുള്ള മനുഷ്യരുടെ അവരുടെ ടേസ്റ്റ് എങ്ങനെയായിരുന്നു ടു ലിറ്ററേച്ചർ, ആ ഒരു ഇതൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഈ എസ്സേയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് 4 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ 4 ക്യാരക്ടേഴ്സാണ് ഈ എസ്സേയിലുള്ളത്. 4 ക്യാരക്ടേഴ്സിൻ്റെ നെയിം ഓർത്തിരിക്കണം. പിന്നെ അവർ ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് 1-2 പേരുടെ നെയിമിൻ്റെ മീനിങ് ഒക്കെ പറയുന്നുണ്ട്, ഗ്രീക്കിൽ അവരുടെ നെയിമിൻ്റെ മീനിങ് ഒക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 4 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ക്രൈറ്റ്സ്, യുജീനിയസ്, ലിസീഡിയസ് ആൻഡ് നിയാൻഡർ. നെയിം അല്ലാതെ ടൈപ്പ് ചെയ്തിടാം. ഇവർ 4 പേരുമാണ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഇൻ്റർലൊക്യൂട്ടേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, ക്യാരക്ടേഴ്സ് ഓർ ഇൻ്റർലൊക്യൂട്ടേഴ്സ്. പിന്നെ ഇവരെക്കുറിച്ചാണ് ഈ എസ്സേ തുടങ്ങുമ്പോൾ ഇംഗ്ലണ്ടും നെതർലാൻഡ്സും തമ്മിലുള്ളൊരു ബാറ്റിൽ അല്ലെങ്കിൽ ഒരു വാർ നടക്കുകയാണ്. അപ്പോൾ ആ വാർ കാണാൻ വേണ്ടിയിട്ട് ഈ 4 പേരും ഒരു ബോട്ടിൽ അവിടേക്ക് പോവുകയാണ്. ആ ഒരു ജേണിക്കിടയിൽ അവർ മോഡേൺ ലിറ്ററേച്ചറിനെ കുറിച്ചൊരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഓരോരുത്തർ അവരുടെ വ്യൂസ് പറയുന്നു, അത് കുറേ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നു. അതിനെക്കുറിച്ചാണ് ഈ എസ്സേയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം ക്രൈറ്റ്സ് എന്ന് പറയുമ്പം CRITES, ക്രൈറ്റ്സിൻ്റെ ഒറിജിനൽ നെയിം. അപ്പം വേറൊരു കാര്യമുണ്ട്, ഈ എസ്സേ എന്ന് പറയുന്നത് മറ്റൊരു ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് പറയുമ്പം ഈ എസ്സേയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഈ 4 ക്യാരക്ടേഴ്സും അവരുടെ ഒറിജിനൽ പേര് വേറെയുണ്ട്. അവർ റിയൽ ലൈഫിൽ ജീവിച്ചിരുന്ന, ഡ്രൈഡൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന റൈറ്റേഴ്സാണ് ഈ 4 പേരും.
പക്ഷേ അവരുടെ പേര് വേറെ രീതിയിലാണ്, പേര് മാറ്റിയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പം ക്രൈറ്റ്സ് എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സർ റോബർട്ട് ഹോവേർഡിനെയാണ് ക്രൈറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ അതെന്ന് പറയുന്നത് ഡ്രൈഡൻ്റെ ബ്രദർ ഇൻ ലോ ആയിരുന്നു റോബർട്ട് ഹോവേർഡ്. അപ്പോൾ ക്രൈറ്റ്സ് റോബർട്ട് ഹോവേർഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഏൻഷ്യൻറ്റ് ക്ലാസിക്സ് അല്ലെങ്കിൽ ഏൻഷ്യൻറ്റ് ലിറ്ററേച്ചറിനെയാണ്. പിന്നെ സെക്കൻഡ് ക്യാരക്ടർ എന്ന് പറയുമ്പം യുജീനിയസ് എന്ന് പറയുന്ന ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ചാൾസ് സാക്വില്ലെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു റൈറ്ററിനെയാണ്. അപ്പം ചാൾസ് സാക്വില്ലെ ഡിഫെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് മോഡേൺ ലിറ്ററേച്ചറാണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് ഓർത്താൽ മതി. ക്രൈറ്റ്സ് ഏൻഷ്യൻ ലിറ്ററേച്ചർ, യുജീനിയസ് മോഡേൺ ലിറ്ററേച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ യുജീനിയസ് എന്ന് പറയുന്ന നെയിമിൻ്റെ മീനിങ് ചോദിക്കാം. യുജീനിയസ് എന്ന് പറയുന്ന നെയിമിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ വെൽ ബോൺ എന്നാണ്, ഗ്രീക്കിൽ വെൽ ബോൺ, BORN. പിന്നെ അടുത്തത് നിയാൻഡർ, ക്രൈറ്റ്സ്, യുജീനിയസ്, ലിസീഡിയസ് എന്ന് പറയുന്നത് LISIDIUS. ലിസീഡിയസ് അയാളുടെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് റെപ്രസെൻറ്റ്സ് ചാൾസ് സെഡ്ലി ആണ്, SEDLEY. ചാൾസ് സെഡ്ലി എന്ന് പറയുന്നത് ഡിഫെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഫ്രഞ്ച് ഡ്രാമേനെയാണ്. പിന്നെ ലാസ്റ്റ് നിയാൻഡർ എന്ന് പറയുന്നത് ഡ്രൈഡനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡ്രൈഡൻ സപ്പോർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഡ്രാമേനെയാണ്. ഇനി ഓരോരുത്തരെയും കുറിച്ചുള്ള കുറേ ഇവർ ഓരോരുത്തരുടെയും ആർഗ്യുമെൻറ്റ്സ് ആണ് ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓരോരുത്തരും ഓരോ കോൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റ്സ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു ഏൻഷ്യൻറ്റ് ക്ലാസിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുമ്പം റൂൾസും പിന്നെ 3 യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റി ഓഫ് ടൈം, ആക്ഷൻ, പ്ലേസ്. അപ്പോൾ ഈ 3 യൂണിറ്റീസും റൂൾസും ഒക്കെ ഫോളോ ചെയ്യുന്നതാണ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ക്രൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ക്രൈറ്റ്സും നിയാൻഡറും തമ്മിലുള്ളൊരു ആർഗ്യുമെൻറ്റ് വരുന്നു. ക്രൈറ്റ്സ് വേറൊരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പം ബ്ലാങ്ക് വേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. ക്രൈറ്റ്സും നിയാൻഡറും തമ്മിലുള്ളൊരു ഫൈറ്റ് അവിടെ നടക്കുന്നതാണ്. ക്രൈറ്റ്സ് ബ്ലാങ്ക് വേഴ്സിനെയും നിയാൻഡർ അല്ലാത്ത റൈമിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ക്രൈറ്റ്സ് ബ്ലാങ്ക് വേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുമ്പം ബ്ലാങ്ക് വേഴ്സാണ് നമ്മൾ ട്രാജഡി എഴുതുമ്പോൾ ഉപയോഗിക്കേണ്ടത്, അല്ലാതെ റൈം അല്ല എന്ന് പറയുന്നു. കാരണം റൈം എന്ന് പറയുന്നത് ഒരു പ്ലേക്ക് ചേരില്ല അല്ലെങ്കിൽ അൺനാച്ചുറൽ ആണ് എന്ന് പറയുന്നു. കാരണം ഒരു പ്ലേ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡ്രാമയിൽ ഡയലോഗ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ക്യാരക്ടേഴ്സിൻ്റെ. അപ്പം റൈം എന്ന് പറയുമ്പോൾ നമ്മൾ കവിതയിലൊക്കെ ഉപയോഗിക്കുന്നില്ലേ റൈം, ഒരു റൈം സ്കീമൊക്കെ ഫോളോ ചെയ്യാം. അപ്പോൾ റൈം ഒരു പ്ലേയിൽ ഉപയോഗിച്ചാൽ അത് അൺനാച്ചുറലായിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഓഡിയൻസിന് ഫീൽ ചെയ്യുമെന്ന് പറയുന്നു. അതുകൊണ്ട് ട്രാജഡീസിലൊന്നും റൈം ഉപയോഗിക്കരുത്, കോമഡീസിൽ യൂസ് ചെയ്യാമെന്നാണ് ക്രൈറ്റ്സ് പറയുന്നത്. പിന്നെ ട്രാജഡീസിൽ യൂസ് ചെയ്യേണ്ട എന്താണ് ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്നത് പുള്ളി പറയുന്നത് അതും അൺനാച്ചുറലാണ്. കാരണം ഒരു ഡ്രാമയിൽ ക്യാരക്ടർ ഒരിക്കലും വേഴ്സ് ഫോമാറ്റിലായിരിക്കില്ല സംസാരിക്കുന്നത്. കാരണം എന്താണ്, കവിത രൂപത്തിലല്ലല്ലോ ഡയലോഗ് സംസാരിക്കുന്നത്. പക്ഷേ ഇതാണ് കൂടുതൽ ഡ്രാമയ്ക്ക് സ്യൂട്ടബിൾ, ബ്ലാങ്ക് വേഴ്സാണ്. കാരണം അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഡ്രാമ എഴുതുന്ന ലാംഗ്വേജ് എന്ന് പറയുമ്പം ഒരു വേഴ്സ് ഫോമാറ്റ് ആയിരിക്കണം, ദാറ്റ് ഈസ് ക്ലോസർ ടു പ്രോസിന് ഏറ്റവും അടുത്ത് വരുന്ന ഒരു വേഴ്സ് ഫോമാറ്റിൽ വേണം ഡ്രാമ എഴുതാനെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പം ബ്ലാങ്ക് വേഴ്സ് പ്രോസിന് അടുത്ത് വരുന്ന ഒരു വേഴ്സ് ഫോമാണ്. അതുകൊണ്ട് അതാണ് സ്യൂട്ടബിൾ എന്നാണ് ക്രൈറ്റ്സ് പറഞ്ഞത്. പിന്നെ അടുത്ത വ്യക്തി യുജീനിയസ് ആണ്. യുജീനിയസ് സപ്പോർട്ട് ചെയ്യുന്നത് മോഡേൺ ഡ്രാമയാണ്. അപ്പം യുജീനിയസ് ക്രൈറ്റ്സിനെ ഒപ്പോസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മറ്റേയാൾ പറയുന്നത്. അപ്പം ക്രൈറ്റ്സിനെ ഒപ്പോസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഈ ക്ലാസിക്കൽ ഡ്രാമ എന്ന് പറയുമ്പം അതിന് ഒരുപാട് ഫോൾട്സ് ഉണ്ട്. അത് ആക്ട്സ് ആയിട്ടൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല, ACT ആക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ഒറിജിനാലിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ യുജീനിയസ് ഈ മോഡേൺ ഡ്രാമയെ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ട്രഡീഷണൽ ഡ്രാമയുടെ അല്ലെങ്കിൽ ഏൻഷ്യൻറ്റ് ഡ്രാമ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡ്രാമയുടെ കുറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ മോഡേൺ ഡ്രാമയുടെ അഡ്വാൻറ്റേജിനെ കുറിച്ചല്ല പറയുന്നത്. അപ്പം പിന്നെ മറ്റ് ഫോൾട്ടായിട്ട് പറയുന്നതെന്ന് പറയുമ്പം ഏൻഷ്യൻറ്റ് ഡ്രാമ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡ്രാമയിൽ വരുന്ന ട്രാജഡീസ് എന്ന് പറയുമ്പം ഈ വോൺ ഔട്ട് മിത്സ് ആയിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഓഡിയൻസിന് അറിയാവുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ട്രാജഡീസിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ അവരുടെ കോമഡീസ് എന്ന് പറയുന്നതും അബൌട്ട് ഓവർ യൂസ്ഡ് ക്യൂരിയോസിറ്റി ഓഫ് സ്റ്റോളൻ ഹെയറസസ് എന്ന് പറഞ്ഞാൽ ഈ
എന്താണ് ഓവർ യൂസ്ഡ് ആയിട്ടുള്ള ഇപ്പം ക്യൂരിയസ് ആയിട്ട് ആൾക്കാരെ പ്രസൻറ്റ് ചെയ്യാൻ ഇപ്പം ഒരാളെ തട്ടിക്കൊണ്ടു പോവുക അങ്ങനെയൊക്കെയുള്ള പിന്നെ റിസ്റ്റോർ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കുറേ കോൺസെപ്റ്റൊക്കെയാണ് കോമഡീസിലും കൊണ്ടുവരുന്നത്. അപ്പം അതിനൊരു ഒറിജിനാലിറ്റി ഇല്ലെന്ന് പറയുന്നു. പിന്നെ യുജീനിയസ് വേറൊരു കാര്യം അതിന് ഒപ്പോസ് ചെയ്ത് പറയുന്നതെന്ന് പറയുമ്പം ഈ ഏൻഷ്യൻ ക്ലാസിക്സിൽ പോയറ്റിക് ജസ്റ്റിസ് ഇല്ല. പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഡ്രാമയിൽ ഗുഡ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നവർ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം, തെറ്റായിട്ട് ചെയ്യുന്നവർ പണിഷ് ചെയ്യപ്പെടണം. അതാണ് പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പം ഗുഡ് ഷുഡ് ബി അല്ലെങ്കിൽ വേർച്യൂ ഷുഡ് ബി റിവാർഡഡ് ആൻഡ് വൈസ് ഷുഡ് ബി വൈസ് ഷുഡ് ബി പണിഷ്ഡ്. അതാണ്. അപ്പം പോയറ്റിക് ജസ്റ്റിസ് ഏൻഷ്യൻ്റ് ഡ്രാമയിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഇനി അടുത്ത വ്യക്തിയാണ് ലിസീഡിയസ്. ലിസീഡിയസ് ഫ്രഞ്ച് ഡ്രാമയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അയാൾ ഫ്രഞ്ച് ഡ്രാമയെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പം ഫ്രഞ്ച് ഡ്രാമ റൂൾസും 3 യൂണിറ്റി ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് പോയറ്റിക് ജസ്റ്റിസ് ഉണ്ട്, കാരണം വിർച്യു റിവാർഡ് ചെയ്യപ്പെടുന്നുണ്ട്, വൈസ് പണിഷ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഫ്രഞ്ച് ഡ്രാമയിലുള്ളൊരു പ്ലോട്ട്സ് എല്ലാം എന്ന് പ്ലോട്ടിനെക്കാട്ടിലും ഇമോഷനാണ് കൂടുതൽ ഫ്രഞ്ച് ഡ്രാമ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറയുന്നു. അതുകൊണ്ട് ഈ വയലൻ്റ് ആക്ഷൻസ് അല്ലെങ്കിൽ കില്ലിങ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ക്രൂവലായിട്ട് അല്ലെങ്കിൽ വയലൻസ് ഒക്കെ വരുന്ന എല്ലാ സീൻസും ഓഫ് സ്റ്റേജിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യാറില്ല. ഓഫ് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ ഒരാൾ അതിനെക്കുറിച്ച് പറയത്തേ ഉള്ളൂ, അല്ലാതെ ഡയറക്റ്റ് സ്റ്റേജിൽ അഭിനയിച്ച് കാണിക്കില്ല. അപ്പം അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ലിസീഡിയസ് പറയുന്നത് ഫ്രഞ്ച് ഡ്രാമയുടെ. വയലൻ്റ് ആക്ഷൻസ് ടേക്ക് പ്ലേസ് ഓഫ് സ്റ്റേജ്. പിന്നെ ഫ്രഞ്ച് ഡ്രാമയിൽ ട്രാജഡിയും കോമഡിയും മിക്സ് ചെയ്യത്തില്ല. ദർ ഇസ് നോ മിക്സിംഗ് ഓഫ് ട്രാജഡി ആൻഡ് കോമഡി. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ലിസീഡിയസ് പറയുന്നത്. ഇനി നിയാൻഡർ, ലാസ്റ്റ് നിയാൻഡർ ഡ്രൈഡനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിയാൻഡറാണ് ഇതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്, 4 മാർക്കിനൊക്കെ ചോദിക്കാം. നിയാൻഡർ സപ്പോർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഡ്രാമേനെയാണ്. അപ്പം നിയാൻഡർ പറയുന്നതെന്ന് പറയുമ്പം ഇംഗ്ലീഷ് ഡ്രാമയാണ് എല്ലാത്തിനെക്കാട്ടിലും സുപ്പീരിയർ, കാരണം അതിനകത്ത് സബ് പ്ലോട്ട്സ് ഉണ്ട്. കാരണം നിയാൻഡർ പറയുന്നത് ഒരു സിംഗിൾ പ്ലോട്ട് മാത്രമേ ഫ്രഞ്ച് ഡ്രാമയിലൊക്കെ ഉള്ളൂ. അപ്പോൾ സിംഗിൾ പ്ലോട്ട് മാത്രം ഉള്ളപ്പം ഒരു വെറൈറ്റി അവിടെ നഷ്ടപ്പെടുകയാണ്. പിന്നെ നിയാൻഡർ പറയുന്നതെന്ന് പറയുമ്പം അദ്ദേഹം ഈ റൂൾസ് 3 യൂണിറ്റീസ് ഒക്കെ ഫോളോ ചെയ്യുന്നതിന് എതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞത് റൂൾസും 3 യൂണിറ്റീസും ഒക്കെ ഫോളോ ചെയ്യാതിരുന്നാൽ അത് ഒരു വർക്കിന് അല്ലെങ്കിൽ ഒരു ഡ്രാമയ്ക്ക് വെറൈറ്റി അല്ലെങ്കിൽ തീംസിലൊക്കെ വെറൈറ്റി കൊണ്ടുവരാൻ സഹായിക്കും, റൂൾസ് ഒന്നും ഫോളോ ചെയ്യാതിരുന്നാലെന്ന് ഡ്രൈഡൻ അല്ലെങ്കിൽ നിയാൻഡർ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം മിക്സിംഗ് ഓഫ് ട്രാജഡി ആൻഡ് കോമഡി അതിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അപ്പം ഇതിനു മുമ്പുള്ള ലിസീഡിയസ് ഫ്രഞ്ച് ഡ്രാമയിൽ ട്രാജഡിയും കോമഡിയും മിക്സ് ചെയ്യുന്നതിന് ഒപ്പോസ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു, എഗെയിൻസ്റ്റ് ആയിരുന്നു. പക്ഷേ ഡ്രൈഡൻ എന്ന് പറയുമ്പം അതിന് സപ്പോർട്ടിംഗ് ആണ്. അയാൾ ഡിഫെൻഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഡ്രാമയാണ്, അതിനകത്ത് ട്രാജഡിയും കോമഡിയും മിക്സ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നതെന്ന് പറയുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു ട്രാജഡിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സീരിയസ് ആയിട്ടുള്ള മാറ്റർ മാത്രം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് ആ കഥയുടെ സ്റ്റോറി, ആ ഒരു ഡ്രാമയുടെ സ്റ്റോറി ഒരു ഡിപ്രസ്ഡ് മൂഡിലോട്ട് പോവും. പക്ഷേ ഇടയ്ക്കൊരു ഒരു കോമിക് സീൻ കൊണ്ടുവരികയാണെങ്കിൽ ആൾക്കാർക്കൊരു റിഫ്രഷിംഗ് ആയിട്ട് മാറും. അത് മ്യൂസിക്കിന് മനുഷ്യനിൽ നമ്മൾ സാഡായിരിക്കുമ്പോൾ മ്യൂസിക്കിന് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ഇഫക്റ്റ് തന്നെയാണ് ഇടയ്ക്കൊരു കോമിക് സീൻ കൊണ്ടുവരുന്നതുകൊണ്ട് ഉണ്ടാവുന്നതെന്ന് പറയുന്നു. പിന്നെ ഇടയ്ക്കൊരു കോമിക് സീൻ മിക്സ് ചെയ്യുന്നുണ്ട്, ട്രാജഡിയിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ട്രാജഡിയുടെ സീരിയസ് ഇഫക്റ്റ് ഒന്നും നഷ്ടപ്പെടത്തില്ല എന്നും പറയുന്നു. പിന്നെ ബെസ്റ്റ് ഫോം ഓഫ് ഡ്രാമ ട്രാജിക് കോമഡിയാണ്, ട്രാജഡിയും കോമഡിയും മിക്സ് ചെയ്തിട്ടുള്ള ട്രാജിക് കോമഡിയാണെന്നാണ് ഡ്രൈഡൻ അല്ലെങ്കിൽ നിയാൻഡർ പറയുന്നത്. പിന്നെ നിയാൻഡർ സപ്പോർട്ട് ചെയ്യുന്നത് റൈമിനെയാണ്. കാരണം നിയാൻഡർ പറയുന്നതെന്ന് പറയുമ്പം ഒരു ഡ്രാമയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓഡിയൻസിനെ ഡിലൈറ്റ് ചെയ്യുക, ഇൻസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പം ഈ ഫങ്ഷൻ ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നത് റൈമിനാണ്, അല്ലാതെ ബ്ലാങ്ക് വേഴ്സിനല്ല. അതുകൊണ്ട് ബ്ലാങ്ക് വേഴ്സ് ട്രാജഡിയിൽ ഉപയോഗിക്കരുത്, റൈമാണ് ട്രാജഡിയിൽ ഉപയോഗിക്കേണ്ടത്. ബ്ലാങ്ക് വേഴ്സ് ആണെങ്കിൽ കോമഡിയിൽ യൂസ് ചെയ്യാം എന്നൊക്കെയാണ് ഡ്രൈഡൻ പറയുന്നത്. പിന്നെ നിയാൻഡർ ഷേക്സ്പിയറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്രൈഡൻ ഷേക്സ്പിയറിനെ സപ്പോർട്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് 4 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. ഷേക്സ്പിയറിനെ സപ്പോർട്ട് ചെയ്ത് എന്താണ് പറഞ്ഞതെന്ന്. അപ്പം ഷേക്സ്പിയറിനെ ഡ്രൈഡൻ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുമ്പം among the all the modern and perhaps the ancient writers, Shakespeare is the largest and most comprehensive of all soul എന്നാണ്. ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു റൈറ്ററാണ് ഷേക്സ്പിയർ എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം യൂഷ്വലി ഷേക്സ്പിയറിനെ പ്രൈസ് ചെയ്യുമ്പം കൊണ്ടുവരുന്നൊരു യൂഷ്വൽ കമ്പാരിസൺ ആണ് ബെൻ ജോൺസണും ഷേക്സ്പിയറും തമ്മിലുള്ളൊരു കമ്പാരിസൺ. ബെൻ ജോൺസൻ്റെ സ്പെല്ലിങ് ജോൺസൺ JONSON ആണ്. അപ്പം ബെൻ ജോൺസണും ഷേക്സ്പിയറും തമ്മിലുള്ള കമ്പാരിസണിൽ പറയുന്നത് ബെൻ ജോൺസണെയും ഷേക്സ്പിയറിനെയും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ
ഡ്രൈഡൻ പറയുകയാണ് ബെൻ ജോൺസൺ ആണ് ഒരു മോർ കറക്റ്റ് പോയിറ്റ് എന്ന് അദ്ദേഹം പറയും. പക്ഷേ ഷേക്സ്പിയർ ആണ് ഈസ് എ ഗ്രേറ്റർ വിറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഷേക്സ്പിയറിനെ ഹോമർ അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയിട്രി എന്നാണ് ഡ്രൈഡൻ പറയുന്നത്. വേറെ ബെൻ ജോൺസൺ എന്ന് പറയുന്ന വേർജിലാണ്. പിന്നെ അദ്ദേഹം ബെൻ ജോൺസനെ അഡ്മയർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഷേക്സ്പിയറിനെയാണ് അദ്ദേഹം ലവ് ചെയ്യുന്നത്, അയാളുടെ വർക്ക്സിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയുന്നു. പിന്നെ നിയാൻഡറിൻ്റെ അല്ലെങ്കിൽ ഡ്രൈഡൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഡ്രൈഡൻ എന്നൊരു ക്രിട്ടിക്കിനെ കുറിച്ചാണ് നമ്മളിപ്പം പഠിച്ചത്. അപ്പം ഡ്രൈഡൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വേണമെങ്കിൽ ചോദിക്കാം. ഡ്രൈഡന് 4 അഡ്വാൻറ്റേജസ് മെയിൻലി, പിന്നെ 4 ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പം ഫസ്റ്റ് വൺ, അദ്ദേഹം ഒരു ഗ്രേറ്റ് പോയറ്റ് ആയിരുന്നു. അതൊരു അഡ്വാൻറ്റേജാണ്. ഇറ്റ്സ് എ ഫസ്റ്റ് റേറ്റ് പോയറ്റ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റേറ്റീവ് ക്വാളിറ്റി, അതൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ ഹി ഹാഡ് സൗണ്ട് നോളജ് അബൌട്ട് ഏൻഷ്യൻ ക്ലാസിക്സിനെ കുറിച്ച് നല്ല അറിവുള്ള വ്യക്തിയായിരുന്നു. പിന്നെ ഹി ഓൾസോ ഹാഡ് ഗ്രേറ്റ് നോളജ് അബൌട്ട് മെൻ ആൻഡ് മാറ്റേഴ്സ്, മനുഷ്യനെക്കുറിച്ച് അല്ലെങ്കിൽ സമൂഹത്തിനെ കുറിച്ചൊക്കെ നല്ല നോളജ് ഉള്ള വ്യക്തിയായിരുന്നു. അതൊക്കെ അഡ്വാൻറ്റേജസ് ആണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡ്രൈഡൻ എന്ന് പറയുമ്പം ഫസ്റ്റ് വൺ, ഡ്രൈഡൻ്റെ ഇൻകൺസിസ്റ്റൻസി ഇൻ ഹിസ് സ്റ്റാൻഡ്, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്നില്ല. പിന്നെ ലാക്ക് ഓഫ് കോൺക്രീറ്റ്നെസ്, അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ഒരു വേർഷനാണ്. ഒരു കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നില്ല. പിന്നെ വേഗ്നെസ് ഓഫ് ആർഗ്യുമെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ പലപ്പോഴും വേഗാണ്, ക്ലിയർ അല്ല. പിന്നെ കൺസെഷൻ ടു ട്രഡീഷൻ.